എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചിക്രുമാൻസും പരിപ്പും കൂടെ ഉള്ള ഒരു തോരനാണ്. എല്ലാവരും ചിക്രുമാൻസ് തോരൻ ഉണ്ടാക്കും, പരിപ്പ് ചിലരേ ഇടത്തുള്ളൂ. ഗ്യാസിൻ്റെ അസുഖമൊക്കെ ഉള്ളവർ ചിലപ്പം പരിപ്പിടത്തൊന്നും വരത്തില്ല. പക്ഷെ പരിപ്പിട്ടാലും നമുക്ക് വെളുത്തുള്ളിയും ജീരകവും ഇതൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ആ ഗ്യാസിൻ്റെ ഇതങ്ങ് മാറും. അതുകൊണ്ട് നമുക്ക് ഇന്നതെല്ലാം ചേർത്തൊരു തോരനുണ്ടാക്കാം. ആദ്യമായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് മതി, കുറേശ്ശെ എണ്ണ മതി. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പം കർക്കിടക മാസം ആയതുകൊണ്ട് മുരിങ്ങയിലൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ചിക്രുമാൻസിൻ്റെ തോരനാക്കാം. കർക്കിടകം കഴിയുമ്പോൾ നമുക്ക് മുരിങ്ങയിലയൊക്കെ എടുത്ത് തോരൻ വെക്കാം. നമുക്ക് കടുക് മുട്ടിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളക്, കറിവേപ്പില. നമുക്ക് ഉള്ളി, ചുമന്നുള്ളി, സവാള ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ചുമന്നുള്ളി മെനക്കേടാണ്, തൊലിയൊക്കെ കളഞ്ഞരിഞ്ഞൊക്കെ എടുക്കണം. സവാള ചേർക്കുന്നവർ സവാള ചേർക്കാം. ഇത് ഞാൻ ചുമന്നുള്ളിയാണ് ചേർത്തേക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഞാൻ ഉപ്പിട്ട് വേവിച്ചാണ് വെച്ചേക്കുന്നത്, അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരുന്നവിടെ ഇളക്കണം. നമുക്ക് ഇടയ്ക്ക് ഇളക്കണം. ഇളക്കില്ലെങ്കിൽ ഇടുക്കി പിടിക്കും, കരിഞ്ഞു പോകും. നന്നായി നമ്മൾ എണ്ണ കുറച്ചാണ് ഉപയോഗിക്കുന്നത്, അപ്പം നന്നായിട്ട് ഒന്ന് വഴന്ന് വരണം. ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് അരച്ചു വെച്ച അരപ്പ് നമുക്ക് അങ്ങോട്ടിട്ട് കൊടുക്കാം. ഞാൻ അരപ്പിനകത്ത് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു അര ടീസ്പൂൺ ഇല്ല ചുവന്ന മുളക് പൊടി, അതാണ് ചേർത്തേക്കുന്നത്. ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ പച്ചപ്പൊക്കെ മാറിയെന്ന് തോന്നുന്നു. നമുക്ക് ഇനി ഇല ഇട്ട് കൊടുക്കാം. ഇത് ചിക്രുമാൻസിൻ്റെ ഇല ചെറുതായി എരിഞ്ഞതാണ്. എത്രയും ചെറുതായി എരിയാവോ അത്രയും നല്ലതാണ്. നമുക്ക് ഇന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഓൾറെഡി ഉള്ളിക്കകത്ത് ലേശം ഇട്ടതാണ്, പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാര്യം ഇലയ്ക്കൊക്കെ ആകുമ്പോൾ കുറേശ്ശെ ഉപ്പ് മതി. ഇലയല്ലേ, നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റാൻ വെക്കാം. നമുക്ക് നോക്കട്ടെ, ഉപ്പും കൂടെ ലേശം ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പ് ഇച്ചിരി ചേർക്കുന്നുള്ളൂ. കാര്യം ഇത് ഒരുപാട് ചേർത്താൽ പരിപ്പും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നു. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് ലേശം നേരെ ഒന്ന് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിട്ടുണ്ട്.
നമുക്കിനി അടുത്തത് പരിപ്പിട്ട് കൊടുക്കണ്ടേ. പരിപ്പ് ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്നതല്ലേ, അതുകൊണ്ട് അതും കൂടെ നമുക്ക് ഒന്നിട്ട് കൊടുത്ത് ഒന്നും കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ആവി ഇറക്കട്ടെ. അടച്ചു വെച്ച് വേവിക്കാം. ഇച്ചിരി നേരം ഇരുന്നോട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തോർന്നാൽ മതി. ഇത് വെന്തിട്ടുണ്ട്. പിന്നെ ചിക്രുമച്ചൻ്റെ ഇലയ്ക്കൊക്കെ നല്ല വേവുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് രണ്ടാമത് അടച്ചു വെച്ച് വേവിച്ചത്. ഇനി ഇതൊന്ന് തോരട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം പറ്റിയിട്ടുണ്ട്, എന്നാലും നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. കരിവിൻ്റെ വെള്ളമയമൊന്ന് ഒക്കെ കിട്ടണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടുത്ത് പിടിക്കും. നമുക്കൊന്ന് തോർത്തി നന്നായിട്ട് തോർത്തി എടുക്കണം. ആയിട്ടുണ്ട്. നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. ഒക്കെ കറക്റ്റാണ്. കാര്യം ഇലയ്ക്ക് ഒരു ഉപ്പ് രസം ഉണ്ടല്ലോ. ഒരു മുരിങ്ങയിലയാണെങ്കിലും അതേത് ഇലയ്ക്കും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പിടാൻ. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇത് കൊള്ളത്തില്ല. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചിക്കുറുമാൻസ് പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്.